ഞാൻ ആയിരുന്ന സമയത്ത് ആദ്യം പോയിരുന്ന സമയത്ത് സിംഗിളായിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രീഡവും അവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് നാൾ ഭയങ്കര ടഫായിരുന്നു, കാരണം അവിടുത്തെ ജീവിത ശൈലി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സഹായ മനസ്കത കൂടുതലുള്ള ഒരു ജനതയാണ് കൂടുതലും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസിൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമസ്കാരം. സമയമായി എന്ന ചാനലിലേക്ക് ടോമി അലക്സിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ടോമി 5 വർഷത്തിൽ മുകളിലായി യു കെയിൽ വർക്ക് ചെയ്യുകയാണ്. യു കെയിലെ കുറച്ച് വിശേഷങ്ങൾ തിരക്കുവാനാണ് ഇന്നത്തെ സംവാദം നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ യു കെയിലുള്ള എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ യു കെയിലെത്തിയത് 2017-ലാണ്. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിളായിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, ഇമാജിനേഷനും സ്വപ്നങ്ങളോടും കൂടിയാണ് ഞാൻ യു കെയിലെത്തിയത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു നമ്മൾ നാട്ടിലത്തെ ലൈഫ് സ്റ്റൈലും യു കെയിലത്തെ ലൈഫ് സ്റ്റൈൽ എനിക്കറിയത്ത് പോലുമില്ല. അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, അവിടുത്തെ ജീവിത ശൈലി എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ചെന്നിറങ്ങിയത് ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ചെറിയൊരു സിറ്റിയിലാണ്. യു കെയുടെ തന്നെ പാർട്ടാണ് നോർത്തേൺ അയർലൻഡ്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കുറച്ച് നാൾ ഭയങ്കര ടഫായിരുന്നു, കാരണം അവിടുത്തെ ജീവിത ശൈലി തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആൾക്കാരുടെ ആ ഒരു കൾച്ചർ, അത് മെയിൻലി എനിക്ക് വളരെയധികം അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. തീർച്ചയായിട്ടും. കാരണം ഫസ്റ്റ് ഫ്ലൈ ആയിരുന്നു ഡയറക്റ്റ് ലണ്ടൻ. നാട്ടിൽ നിന്ന് ഇന്ത്യ വിട്ട് പുറത്ത് നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരുമായിട്ട് മിങ്കിളാവാൻ തുടങ്ങി. അവിടുത്തെ ഫെസിലിറ്റീസ്, മെയിൻലി ട്രാൻസ്പോർട്ടേഷൻ, ഒന്നും പറയാനില്ല, ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഇപ്പോഴും അവർ അതിനെ പല തലങ്ങളിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുത്തെ ആൾക്കാർ തരുന്ന റെസ്പെക്റ്റ്, നമുക്ക് ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലാണ് ആൾക്കാർ നമ്മളെ എന്താ പറയുക, വാല്യൂ ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ എല്ലാവരും ഇക്വാലിറ്റി, ഒരു ഈക്വൽ എന്നുള്ളൊരു സെറ്റപ്പിലൂടെയാണ് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ഒരു വർക്ക് ലൈഫ് എങ്ങനെയാണ്? വർക്ക് ലൈഫ് അടിപൊളിയാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പല മേഖലകളിലും ഞാൻ ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന വർക്കിന് അവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ ഐ ആം ഹാപ്പി. ഞാൻ ആദ്യം പോയിരുന്ന സമയത്ത് സിംഗിളായിരുന്നു. അപ്പോൾ ഒരുപാട് ഫ്രീഡവും അവിടുത്തെ കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫാമിലിയാണ്. നേരെ മറിച്ച് നാട്ടിലത്തെ പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പരിമിതികളുണ്ട്. അവിടെ നമ്മൾ തന്നെ ഭാര്യയും മക്കളും തമ്മിലുള്ള ഒരു ഫാമിലി ലൈഫ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇതും നല്ലത് തന്നെയല്ലോ. അതെ, തീർച്ചയായിട്ടും. ഞാൻ അവിടെ ലൈഫ് ഗ്രോ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വേണമല്ലോ നമ്മുടെ അംബിഷൻ. തീർച്ചയായിട്ടും. ഒരു വീട്, അത് അങ്ങനെയൊക്കെയുള്ള കുറേ അംബിഷൻസ് ഉണ്ട്. അതെ, അതിൽ നമ്മൾ ആ ഒരു മൈൽ സ്റ്റോൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു ലെവൽ. തീർച്ചയായിട്ടും. പിന്നെ അവിടുത്തെ എന്താ പറയുക, ഇപ്പോൾ കുട്ടികളുടെ കാര്യമായാലും അവിടുത്തെ സ്റ്റഡീസ്, പിള്ളേരുടെ സ്കിൽസിനനുസരിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള കാലങ്ങളിൽ. പിന്നെ അവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഒരു ആൾ നമ്മളെ കാണുമ്പോൾ അയാൾ നമ്മളോട് സംവാദനം ചെയ്യുമ്പോൾ എന്തായിരിക്കും ആദ്യം പറയുന്നത്? ഹലോ, ഹായ്. നമ്മൾ മുന്നേ അറിയാമെന്നുള്ളൊരു രീതിയിലാണ് ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ നമ്മളോട് വന്ന്. അതുപോലെ നാട്ടിലാണെങ്കിൽ ഒരു സ്ട്രേഞ്ച് ലുക്കാണ്. ഒരു ഹായ് പറഞ്ഞാൽ തിരിച്ചു വരുന്ന റെസ്പോൺസ്, താങ്കളെ എനിക്ക് മനസ്സിലായില്ല എന്നല്ല പറയുന്നത്, താങ്കൾ ആരാണ്. അതൊരു റൂഡ് ആൻസർ ആണ്. തീർച്ചയായിട്ടും. സോ ബട്ട് അവിടെ അങ്ങനെയല്ല. അതെ, നമുക്കിപ്പോൾ ഒരു സ്ട്രേഞ്ചറോട് പോയി സംസാരിക്കണമെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് പോയി ഹായ് ഹലോ, നമുക്ക് ഇന്നൊരു സഹായം വേണം, ഇന്നത് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാം. നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ള. അതെ, തീർച്ചയായിട്ടും. ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളൊരു എന്നൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന റെസ്പോൺസ് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ പണ്ട് കാലത്ത് ജംഗ്ഷനിൽ കുറച്ച് അപ്പൂപ്പന്മാരിരിക്കും, അതുപോലെ ഇപ്പോൾ ആരുമില്ല. എന്നിരുന്നാലും അവരോട് ചോദിക്കുമ്പോൾ വഴി പറഞ്ഞു തരുന്ന പോലെയാണ് ഇപ്പോൾ
സംസാരം പറയുന്നത്. അവർ വഴി പറഞ്ഞു തരാൻ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്പായി. അതെ. സോ അവിടെ അതിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ആ ഒരാൾ കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും അത് അവിടെ ഉണ്ട് എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അതെ. ഒരു പരിചയമില്ലാത്ത വ്യക്തി എന്നുള്ളൊരു കാര്യം അവിടെ പ്രസക്തമല്ല. അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സഹായ മനസ്കത കൂടുതലുള്ള ഒരു ജനതയാണ് കൂടുതലും എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. എൻ്റെ എക്സ്പീരിയൻസിൽ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ബട്ട് നോട്ട് ഫോർ ലോങ് ടൈം, റൈറ്റ്? പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. എനിക്ക് അവിടെ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞത് ടോട്ടലി പോസിറ്റീവാണ്. വെരി ഗുഡ്. ടിൽ നൗ.